നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ സ്പേസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പല ക്രിപ്റ്റോ കറൻസികളുടെയും പ്രൈസിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബിറ്റ്കോയിൻ്റെയും എത്തേറിയത്തിൻ്റെയും ഒരു മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെ, ഒരു പ്രൈസ് അനാലിസിസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. എത്തേറിയത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ഗ്രോത്ത് ആണ് എത്തേറിയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്തേറിയംസ് അഡോപ്ഷൻ കണ്ടിന്യൂസ് ടു ടിക്ക്. അഡ്രസ്സസ് ഹോൾഡിംഗ് 1 to 10 ETH ക്രോസസ് ദ 1 million മാർക്ക്. 1 മുതൽ 10 ETH കോയിനുകൾ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ്സുകളുടെ എണ്ണം 1 million കടന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എത്തേറിയത്തിൽ ഇത്രയും വലിയൊരു ഗ്രോത്ത്, ഈ ഒരു ചെറിയ കാലയളവിൽ ഇത്രയും വലിയൊരു ഗ്രോത്ത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് NFT മാർക്കറ്റ് പ്ലേസുകളും അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസും വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ 2 കാര്യത്തിലും NFT മാർക്കറ്റ് പ്ലേസിലായാലും ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിലായാലും എത്തേറിയത്തിന് വളരെ വലിയൊരു റോളുണ്ട്. NFTs വാങ്ങിക്കാനായാലും മറ്റുള്ള ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിനകത്തുള്ള കാര്യങ്ങൾക്കായാലും എത്തേറിയം നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കോയിനായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എത്തേറിയത്തിൽ ഇത്രയും വലിയൊരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആർക്ക് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഫേമിൻ്റെ ഒരു ബിഗ് ഐഡിയാസ് 2022 എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് എത്തേറിയത്തിൻ്റെ പ്രൈസ് $1,80,000 അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് $20 trillion 2030 ആകുമ്പോഴേക്കും എത്തും എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ആർക്ക് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന കമ്പനി തീർച്ചയായിട്ടും ക്രിപ്റ്റോ സ്പേസിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എത്തേറിയത്തിൻ്റെ ഗ്രോത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എത്തേറിയത്തിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു പാരലൽ ചാനലിനകത്ത് പ്രൈസ് നിന്ന് കളിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഈ ഒരു പാരലൽ ചാനലിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് അടുത്തതായിട്ട് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നത് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ രീതിയിലുള്ള ഒരു ബുൾ മാർക്കറ്റിലേക്ക് പ്രൈസ് എൻ്റർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയയിൽ നിന്നും ഒരു ബുൾ മാർക്കറ്റിലേക്ക് പ്രൈസ് എൻ്റർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. കൃത്യമായിട്ട് ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രൈസ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഇതുവരെയായിട്ട് സംഭവിച്ചിട്ടില്ല. ഇനി അടുത്തതായിട്ട് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിക്കാതെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് തിരിച്ചു കയറാനായിട്ട് അല്ലെങ്കിൽ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, മേജറായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ഒന്നുകൂടെ പോകുന്നുണ്ട്. നമുക്കതിൻ്റെ മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മേജർ സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഏരിയ ആണ്. ഇനി ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ വരെ, അതായത് അടുത്തതായിട്ടൊരു ലോവർ ലോ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലായിരിക്കും പ്രൈസ് വന്ന് നിൽക്കുക. സോ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നമുക്ക് തിരിച്ച് ഒരു റിജക്ഷൻ, ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ സംഭവിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ പ്രൈസിന് ഒരു റിജക്ഷൻ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സൈനും അതുപോലെ തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫർമേഷൻ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഈ ഒരു രീതിയിൽ ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ദെൻ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് ഇതിന് താഴേക്ക് ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സപ്പോർട്ട് ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ തന്നെയാണ്, ഈ ഒരു സപ്പോർട്ട് ഏരിയനെ പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ രീതിയിൽ പ്രൈസിന് ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ ഈ രീതിയിലുള്ള ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് പ്രൈസ് ഇവിടെ കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പ്രതീക്ഷിക്കാവുന്നത് ഒരു ബുൾ മാർക്കറ്റിലേക്കുള്ള ഒരു എൻട്രി ആയിരിക്കും. എത്തേറിയത്തിൻ്റെ ഒരു ബുൾ മാർക്കറ്റിലേക്കുള്ള ഒരു എൻട്രി ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. സോ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. സോ ഒരിക്കലും ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. അണ്ടർവാല്യൂഡ് ക്രിപ്റ്റോ കറൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് കാണാവുന്ന ഒരു കോയിനാണ്, ഒരു പ്രൊജക്റ്റാണ് ICP എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ പ്ലാൻസ് ടു റോൾ ഔട്ട് BTC ആൻഡ് എത്തേറിയം ഇൻ്റഗ്രേഷൻസ് ബൈ ഇയർ എൻഡ്. ഈ ഒരു വർഷം അവസാനത്തോടു കൂടിയിട്ട് ബിറ്റ്കോയിനും എത്തേറിയവുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള പദ്ധതികളെല്ലാം ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സിന് സ്മാർട്ട് കോൺട്രാക്റ്റുകളും ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസും എല്ലാം ഡയറക്റ്റ് ആയിട്ടൊരു ബ്ലോക്ക് ചെയിനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അനുവദിക്കുന്ന
ഒരു പബ്ലിക് ബ്ലോക്ക് ചെയിൻ പ്രോട്ടോക്കോളാണ്. ബിറ്റ്കോയിൻ ഇൻ്റഗ്രേഷനിലൂടെ ഒരു ബിറ്റ്കോയിൻ ബേസ്ഡ് ഡിഫൈ എക്കോ സിസ്റ്റം നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എതേറിയത്തിൻ്റെതായിട്ടുള്ള മറ്റൊരുപാട് സവിശേഷതകളും ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് കാണാവുന്നതാണ്. സോ ICP എന്ന് പറയുന്ന ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിന് തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിൽ ചെയ്യാം. റഷ്യ ക്രിപ്റ്റോ മൈനിങ് ബാൻ ചെയ്യില്ല, പകരം ഒരു ടാക്സ് ആൻഡ് റെഗുലേഷൻ അതിൽ കൊണ്ടുവരുമെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അവിടെയുള്ള ആളുകൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാം പാസ്സാവണമെന്നുള്ളൊരു പുതിയ നിയമം അവർ കൊണ്ടുവരാൻ പോവാണ്. റഷ്യൻ ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ് മേ നീഡ് ടു പാസ് എക്സാംസ് വൺസ് ന്യൂ ലോ ഫോർ ക്രിപ്റ്റോ കറൻസി ഈസ് പാസ്ഡ്. വളരെ നല്ലൊരു ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രിപ്റ്റോ കറൻസിനെ പറ്റിയിട്ട് യാതൊരു നോളജും ഇല്ലാതെ ഓടിപ്പോയിട്ട് അതിൽ ഇൻവെസ്റ്റ് നടത്തുന്നതിനേക്കാളും നല്ലത് കൃത്യമായിട്ട് അത് എന്താണ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അതിൻ്റേതായിട്ടുള്ള എക്സാമും കാര്യങ്ങളൊക്കെ പാസ്സായതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അധികം പരിക്കുകളൊന്നും പറ്റാതെ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിൽ നിലനിൽക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ഫേസ്ബുക്കിൻ്റെ മെറ്റ അനൗൺസ്മെൻറ്റിന് ശേഷം നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകൾ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. സാൻഡ് ബോക്സിലായാലും MEXC ഇൻഫിനിറ്റിയിലായാലും ഡീസെൻട്രലൈസ്ഡ് മനായിലായാലും ഒരുപാട് വലിയൊരു ഗ്രോത്താണ് ഈ മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. മെറ്റയെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റ ഗോസ് ബ്രസീൽ ടു ട്രേഡ് മാർക്ക് ബിറ്റ്കോയിൻ ആൻഡ് ക്രിപ്റ്റോ സർവീസസ്. ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മെറ്റ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് സർവീസിന് വേണ്ടിയിട്ട് ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും ഡിസൈൻ ചെയ്യുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടി ബ്രസീലിയൻ അതോറിറ്റീസുമായിട്ട് ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ക്രിപ്റ്റോ സ്പേസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ഒരു നീക്കം തന്നെയാണ് മെറ്റ നടത്തിയിട്ടുള്ളത്. മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളിൽ ഇതുവരെയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിയർ മാർക്കറ്റ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് വേണ്ട നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും കൂടി നടത്തിയതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ തീർച്ചയായിട്ടും എടുക്കുക. പല വലിയ കമ്പനികളും പല വലിയ രാജ്യങ്ങളും ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ്കോയിനെ ഇരും കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബിയർ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 300 കമ്മ്യൂണിറ്റി ബാങ്ക്സ് ഇൻ US പ്രിപ്പയറിംഗ് ടു സ്റ്റാർട്ട് ഓഫറിംഗ് ബിറ്റ്കോയിൻ ട്രേഡിംഗ് ഇൻ 2022. അമേരിക്കയിലുള്ള ഏകദേശം 300 കമ്മ്യൂണിറ്റി ബാങ്കുകൾ 2022 Q2 ആകുമ്പോഴേക്കും അവരുടെ ക്ലയൻസിനെല്ലാം ബിറ്റ്കോയിൻ ട്രേഡിംഗ് ഓഫർ ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു ബിയർ മാർക്കറ്റിൽ നിന്ന് ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 Q2 ആകുമ്പോഴേക്കും നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ബിറ്റ്കോയിനിൽ കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു ബിയർ മാർക്കറ്റ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യണം എന്നത് മാത്രമേ ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുള്ളൂ. ഞാൻ മുൻപ് പല വീഡിയോകളിലും ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബിയർ മാർക്കറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2022 Q2 നമുക്ക് വളരെ വലിയൊരു ബുൾ മാർക്കറ്റ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബിയർ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്തേ മതിയാവും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബുൾ മാർക്കറ്റ് സന്തോഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഒരു 28 മുതൽ 32 വരെയുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ബിറ്റ്കോയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കണ്ടില്ല നമുക്ക് കാണാനായിട്ട് പറ്റും കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. എതിരത്തിൽ കണ്ട പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്ത് പ്രൈസിന് താഴേക്ക് പോകാൻ സാധിച്ചില്ല, ആ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കൺഫേം ചെയ്യാറായിട്ടില്ല, ഒരു പ്രതീക്ഷ ട്രെൻഡ് റിവേഴ്സലിനുള്ളൊരു പ്രതീക്ഷ നമുക്ക് അവിടെ വയ്ക്കാവുന്നതാണ്. ഞാനൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ്. ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ ആ ഒരു ട്രയാങ്കിൾ പാറ്റേണിനകത്ത് തന്നെയാണ് പ്രൈസ് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് ചെറിയ രീതിയിലുള്ള ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒരു പുൾ ബാക്ക് സംഭവിച്ച് തിരിച്ച് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് തന്നെ ഒരു 32 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇറങ്ങാനായിട്ട് സാധ്യത വളരെ അധികമാണ്. ഉറപ്പ് പറയാറായിട്ടില്ല. കാരണം ഒരു പുൾ ബാക്കിന് ശേഷം നമുക്ക് അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നൊരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി, ഒരു ഷോർട്ട് പൊസിഷനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ബിറ്റ്കോയിനിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും നടത്തുക. അതിനുശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. ഈ 28 മുതൽ 32 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. സോ ഒരു 32-30 വരെയൊക്കെ പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് ആ സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കാരണം വളരെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയർ മാർക്കറ്റിലാണ് നമ്മളുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ആണ്, ബിയേഴ്സ് ആണ് ഇവിടെ കൺട്രോളിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ നിന്നായിരിക്കണം നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ കിട്ടുന്നത്.
സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും നടത്തുക, അതിനുശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.